ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. എന്താ വിഷ്ണു ഏട്ടാ കാര്യം പറഞ്ഞേ? നമുക്കേ അന്നത്തെ പോലെ നൈറ്റ് ഡ്രൈവിങ്ങിന് പോയാലോ? അതിനന്ന് നമ്മൾ പോയത് ലോറിയിലല്ലേ വിഷ്ണു ഏട്ടാ? അതെന്താ ഓട്ടോയിൽ പോയാൽ പറ്റില്ലേ? പോകാം വിഷ്ണു ഏട്ടാ, പക്ഷെ അന്നത്തെ പോലെ വിഷ്ണു ശാലിനി അന്ന് പൊക്കിയെടുത്താണ് ലോറിയിലോട്ട് കയറ്റിയത്. അതിങ്ങനെ ശാലിനി ഓർക്കുവാണ്. ഓ, അന്നത്തെ പോലെ പൊക്കിയെടുക്കണമില്ലേ? ശാലിനി നാണത്തോടെ ഒന്ന് പോ വിഷ്ണുവേട്ട, ഞാനേ അമ്മയോടൊന്ന് പറഞ്ഞിട്ട് വേട്ടെ. വേണ്ട വേണ്ട, അമ്മയോടൊന്നും പറയണ്ട, അതൊക്കെ നമുക്ക് പോയിട്ട് വന്നിട്ട് പറയാം എന്നും പറഞ്ഞ് വിഷ്ണു നിർബന്ധിച്ച് ശാലിനിയെ ഓട്ടോറിക്ഷയിൽ കയറ്റി അവർ രണ്ടുപേരോട് ഇങ്ങനെ സന്തോഷത്തോടെ പോവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും രാത്രിയിൽ കടപ്പുറത്താണ് വന്നിരിക്കുന്നത്. ശാലിനി ഇങ്ങനെ ഓരോന്ന് ഓർത്ത് നാണത്തോടെ ചിരിക്കുവാണ്. അത് കണ്ടിട്ട് വിഷ്ണു ചോദിക്കും, എന്താ ചിരിക്കുന്നേ? ഓ, ഒന്നുമില്ല വിഷ്ണുവേട്ട, ഞാനിങ്ങനെ വിഷ്ണുവേട്ടൻ്റെ ഓരോ കാര്യം ഓർത്തപ്പോൾ അങ്ങ് ചിരി വന്നതാ. എങ്കിലേ എന്നോടുകൂടി ഒന്ന് പറ, ഞാനിവിടെ ഒന്ന് ചിരിക്കട്ടെ. അല്ല വിഷ്ണുവേട്ട, ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ നട്ടപ്പാതിരാത്രിക്ക് എവിടെങ്കിലും ഒന്ന് ചൂടിപ്പൊതച്ച് കിടന്ന് ഉറങ്ങണ്ട ഈ നേരത്ത്. ദേണ്ട കണ്ടില്ലേ, കടൽ കാണാൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. ഇതിനൊക്കെ വട്ടം നല്ലത് വേറെ എന്ത് പറയും വിഷ്ണുവേട്ട? എന്നാലേ ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, പ്രാന്ത്. ചില സമയത്തെ എനിക്ക് തന്നോട് ഭയങ്കര ഇഷ്ടം തോന്നും. ആ സമയത്ത് ഇങ്ങനെ ആ പ്രാന്ത് കൂടി കൂടി വട്ടായി പോവോന്നൊരു സംശയം. ആ സമയത്താണ് തന്നെ ഞാനിങ്ങനെ വന്ന് വിളിച്ചോണ്ട് പോരുന്നത്. ആഹാ, ഇപ്പം മനസ്സിലായി വിഷ്ണുവേട്ട. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ? അതേ വിഷ്ണുവേട്ട, വയലൻ്റ് ആകാനൊന്നും സാധ്യതയില്ലല്ലോ. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ ആയേക്കാം. ഇനിയിപ്പോൾ അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ ദേണ്ട എൻ്റെ അടുത്തോട്ടിങ്ങനെ ചേർന്ന് നിന്ന് കണ്ണി ഇങ്ങനെ നോക്കി നിന്നാൽ മതി. അയ്യടാ, സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികളുടെ അച്ഛനാ. ഇപ്പോഴും ഒരു കോളേജ് കുമാരനാകാനാ വിഷ്ണുവേട്ടൻ്റെ മോഹം. എൻ്റെ ശാലിനി, തനിക്കറിയാവോ, ജീവിതത്തിൽ ഒന്നും ആകാത്തവർക്ക് ഇതൊക്കെ മനോഹരമായ നിമിഷങ്ങളാണ്. ഞാനിതൊക്കെ മനസ്സ് നിറഞ്ഞ് ആസ്വദിക്കുക. നമ്മളെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയ പകുതി ഭാഗവും ഒരു വേദനയോടെ ഓർക്കുകയും ചെയ്യാം. അതിന് ഞാൻ എൻ്റെ വിഷ്ണുവേട്ടനെ മാത്രം കുറ്റം പറയില്ല. എൻ്റെ ഭാഗത്തു നിന്നും കുറേ അധികം തെറ്റുകൾ വന്നിട്ടുണ്ട്. ഒന്നിച്ചു കഴിയേണ്ട പല സന്ദർഭങ്ങളിലും ആർക്കോ വേണ്ടി നമ്മുടെ ജീവിതം ഇല്ലാണ്ടാക്കിയവരാണ് നമ്മൾ. അതുകൊണ്ട് എന്തായി? ആർക്കെന്തെങ്കിലും ഒരു നേട്ടം അതിൽ നിന്നുണ്ടായോ? അങ്ങനെ ചോദിച്ചാൽ അതുമില്ല. അവസാനം ഇപ്പം ആരുണ്ട് വിഷ്ണുവേട്ട? നമുക്ക് നമ്മൾ മാത്രം, അതിനോടൊപ്പം നമ്മളുടെ 2 മക്കളും. അത് കേട്ടിട്ട് വിഷ്ണു പറയുന്നു, ഒരാളുടെ കാര്യത്തിൽ താൻ ഇതുവരെയും തീരുമാനമൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ സത്യമോള് മാത്രമേ ഇപ്പം നമ്മളോടൊപ്പം വന്നിട്ടുള്ളൂ. പപ്പിമോളും വരും വിഷ്ണുവേട്ട, പക്ഷെ അതിപ്പോൾ വേണ്ട. സത്യാമ്മ സത്യങ്ങളൊക്കെ അറിയാത്ത സ്ഥിതിക്ക് നമുക്ക് കുറച്ച് നാളുകൂടി ഇങ്ങനെയൊക്കെ പോവേണ്ടി വരും വിഷ്ണുവേട്ട. അത് കഴിഞ്ഞ് എല്ലാം കലങ്ങി തെളിയും വിഷ്ണുവേട്ട. ഞാനും എൻ്റെ വിഷ്ണുവേട്ടനും പിന്നെ നമ്മുടെ 2 മക്കളും. അങ്ങനെ നമ്മൾ സന്തോഷത്തോടെ അങ്ങ് ഒന്നിച്ച് ജീവിക്കും. എടോ, തൻ്റെ തോളിലിങ്ങനെ കൈയിട്ട് കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് ഈ അലറിയെടുക്കുന്ന തിരമാലകളോട് കുറച്ച് കുശലാന്വേഷണങ്ങളൊക്കെ തിരക്കി ഈ തെളിഞ്ഞ നിലാവിൻ്റെ മനോഹാരിതയിൽ നടക്കാനൊരു കൊതി. അങ്ങനെ നമ്മുടെ വിഷ്ണു ഇപ്പോൾ ഒരു വലിയ കവിയായി മാറിയിരിക്കുവാണ്. അങ്ങനെ അവരുടെ കുറേ റൊമാൻസ് സീനുകളൊക്കെ അവിടെ നടത്തുന്നുണ്ട്. ശാലിനി വിഷ്ണുവിൻ്റെ മാറിലിങ്ങനെ ചേർന്ന് നിന്നുകൊണ്ട് പറയുന്നു, ഈ സ്വന്തമാക്കും എന്ന് പറയുന്നതല്ലാതെ എന്നാണ് വിഷ്ണുവേട്ട നമ്മളിനി സ്വന്തമാകുന്നത്? എൻ്റെ ശാലിനി, എനിക്ക് തോന്നുന്നതേ ഈ ദൈവത്തിന് നമ്മളെ കാണുമ്പോൾ ഭയങ്കര അസൂയ. അല്ലെങ്കിൽ പിന്നെ ആ പുള്ളിക്കാരൻ നമ്മളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുവോ? നമുക്കിങ്ങനെ കണ്ട് പരസ്പരം ഇഷ്ടപ്പെട്ടെങ്കിലും നടക്കാൻ പറ്റുന്നുണ്ടല്ലോ. ചിലർക്കൊക്കെ അങ്ങനെയുള്ള ഭാഗ്യം പോലും കിട്ടുന്നില്ല. ശരിയാ വിഷ്ണുവേട്ടൻ പറഞ്ഞത് ശരി തന്നെ. എൻ്റെ ശാരിക ചേച്ചിയുടെ അവസ്ഥ തന്നെ ഒന്ന് എടുത്തു നോക്കിക്കേ. ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പം തന്നെ പ്രയാസമാണ്. രാജീവ് സാർ ഇപ്പം USA എവിടെയോ ആണ്. ശാരിക ചേച്ചി പ്രഗ്നൻ്റ് ആയതാണ്. ആ കൊച്ചിനെ വരെ രാജീവ് സാറിൻ്റെ അമ്മയും അമ്മാവനും കൂടെ ചേർന്ന് ഇല്ലാണ്ടാക്കി. എൻ്റെ ചേച്ചിയെ പ്രാന്തിയുമാക്കി. ശാലിനി സങ്കടപ്പെടുന്ന കണ്ടുകൊണ്ട് പെട്ടെന്ന് വിഷ്ണു പറഞ്ഞു, അതേ, മറ്റുള്ളവരുടെ സങ്കടം പറഞ്ഞുകൊണ്ട് മുഖത്തോട് മുഖം ഇരിക്കാനല്ല ഈ പാതിരാത്രിക്ക് തന്നെ ഞാൻ വന്ന് വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്. ശരി വിഷ്ണുവേട്ട, ഇനി നമ്മൾ എങ്ങോട്ടാ പോന്നെ? പോകാനാണോ എൻ്റെ ശാലിനി സ്ഥലമില്ലാത്തത്? എടോ, ഇന്നത്തെ രാത്രി നമുക്കുള്ളതല്ലേ എന്നും പറഞ്ഞ് വിഷ്ണു ശാലിനി അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. അവരുടെ ആ പ്രണയ രംഗങ്ങൾ കണ്ടിട്ടായിരിക്കും കടൽത്തിരകൾ പോലും ആർത്തുല്ലസിച്ച് അടുത്തോട്ട് വരുന്നുണ്ട്. അങ്ങനെ കടൽ തീരത്തൊക്കെ അവരങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടന്നിട്ട് ഇപ്പോഴൊരു തട്ടുകടയുടെ വതക്കിലോട്ട് ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങിയിരിക്കുവാണ്. വിഷ്ണു ദോശയും ഓംലെറ്റും ഒക്കെ അങ്ങനെ പറയുന്നുണ്ട്. വിഷ്ണു ശാലിൻ്റെ കാതിൽ പറയുന്നുണ്ട്, ആരും കാണണ്ട, കളക്ടർ ഇങ്ങനെ രാത്രിയില്ലേ ചുറ്റിയടിക്കുന്ന തട്ടുദോശയൊക്കെ അടിക്കാനായിട്ട്. ഒരു ഷോൾ എടുക്കാമായിരുന്നു ഇല്ലേ ശാലിനി? തലയിൽ ഇങ്ങനെ ഇട്ടാൽ മതിയായിരുന്നല്ലോ. എന്തിനാ വിഷ്ണുവേട്ട? അതിനേക്കാളൊക്കെ സുരക്ഷിതത്വമാണ് എൻ്റെ വിഷ്ണുവേട്ടൻ്റെ കൈ പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ.
അവരങ്ങനെ ആ തട്ടുദോശയൊക്കെ വാങ്ങിച്ച് വളരെ ആസ്വദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഊട്ടുകയൊക്കെ ചെയ്ത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അവർക്ക് വീണ് കിട്ടിയ സന്തോഷമായ ശുഭമുഹൂർത്തങ്ങളൊക്കെ അവർ ശരിക്കും ആനന്ദിക്കുവാണ്. അങ്ങനെ തട്ടുദോശയൊക്കെ കഴിഞ്ഞ് വിഷ്ണുവും ശാലിനിയും ശാരദാമ്മയുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ട് ശാലിനി വിഷ്ണുവിനോട് ചോദിക്കുന്നു, ഓട്ടോ ഡ്രൈവറെ, ഇനി എന്നെ കൊണ്ട് എപ്പോഴാണ് കറങ്ങാൻ പോകുന്നത്? ഓട്ടോ ഡ്രൈവറോ? അതൊക്കെ എന്നാൽ അങ്ങ് മാറാൻ പോവാ. അതെന്താ, ഞാൻ അറിയാതെ വല്ല ലോട്ടറി അടിച്ചോ? പിന്നില്ലേ, ആ ലോട്ടറിയും കൊണ്ടല്ലേ ഞാൻ ദാണ്ട് ഇവിടെയൊക്കെ ചുറ്റിയച്ചിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ജില്ലാ മജിസ്ട്രേറ്റ് ആയാലും ആരായാലും ചുണയുള്ള ഭർത്താവിൻ്റെ മുന്നിൽ അവൾ എന്നും ഭാര്യ തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ അവൻ്റെ മക്കളെ പ്രസവിച്ച് വളർത്തുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ മനസ്സിൽ ഇതൊക്കെയാണില്ലേ? എന്നാലേ ഭാര്യ നല്ലൊരു സുഹൃത്തായി കാണണമെന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ പൊന്നു മോളെ, എങ്ങനെയൊക്കെ കണ്ടാലും സർവേശ്വരൻ സ്ത്രീയെ സൃഷ്ടിച്ചത് എന്തിനാണെന്നറിയാവോ? ഭർത്താവ് പറയുന്നത് അനുസരിച്ച് അവൻ്റെ ചൊൽപ്പടിക്ക് അങ്ങനെ നിന്ന് അവനെ ഇങ്ങനെ സ്നേഹിച്ച് കുടുംബം നിലനിർത്തിക്കൊണ്ട് പോവുക. അതിനൊക്കെ വേണ്ടിയിട്ടാണ് സ്ത്രീക്ക് ക്ഷമയും എന്തും സഹിക്കാറുള്ള സഹനശക്തിയൊക്കെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ എൻ്റെ പൊന്നു മോനെ, അതൊക്കെ പണ്ടത്തെ സ്ത്രീ സങ്കല്പം. എന്നാൽ ഇന്ന് അങ്ങനെ ഒന്നും അല്ല. ഇന്നാണെങ്കിൽ സ്ത്രീ പുരുഷനേക്കാൾ ഉയർന്ന പോസ്റ്റിൽ ജോലി ചെയ്തു വരുന്നു. പുരുഷനെ ശാസിക്കുന്നു, പുരുഷൻ ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും സ്ത്രീ തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ പറയുന്ന വേദാന്തമൊന്നും ഇപ്പോഴത്തെ സ്ത്രീകളുടെ അടുത്ത് ചിലവാകില്ല മോനെ. മോനറിയാവോ, തെങ്ങിൽ വരെയാണ് ഇപ്പോൾ സ്ത്രീകൾ കയറുന്നത്. പോരാത്തിന് ബഹിരാകാശ യാത്ര, മാസങ്ങളോളം അങ്ങ് അവിടെ. ഇനി എന്തെങ്കിലുമൊക്കെ ഉദാഹരണം വേണം? അയ്യോ, ഒന്നും വേണ്ടായേ, ഞാൻ എല്ലാം അങ്ങ് സമ്മതിച്ചു. ഇനി അതൊക്കെ പറഞ്ഞ് എൻ്റെ തലയിലോട്ട് കയറണ്ട. ഞാനങ്ങ് വെറുതെ പറഞ്ഞതാ. എന്നാലേ ഞാൻ ശരിക്കും പറഞ്ഞു വന്നത്, സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന ഭവതിക്ക് സർക്കാർ ശമ്പളമുള്ള ഭർത്താവ് തന്നെ വേണമെന്നാണ് പറയുന്നത്. എന്നാലല്ലേ സമത്വം ഉണ്ടാകത്തുള്ളൂ, അല്ലേ? എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിട്ടേ ഉള്ളൂ കാര്യം. ഞാനും ഒരു കൈയൊന്ന് നോക്കട്ടെ, പത്മനാഭൻ്റെ കാശ് എനിക്കും കിട്ടുമോന്ന്. വിഷ്ണുവേട്ടൻ എന്തുവാ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. എടോ, സർക്കാരിൻ്റെ കാശ് എനിക്കും കിട്ടുമോന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. ഓ പിന്നെ, ഇപ്പം അങ്ങോട്ട് ഓടിച്ചെന്നാൽ മതി, ഉടനെ കിട്ടും. അതിനൊക്കെ കുറച്ച് കടമ്പകളുണ്ട് മോനെ. എന്നാലേ ആ കടമ്പകളൊക്കെ ഒന്ന് ചാടിക്കിടക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ മോളെ. ഇതിലെന്തോ ഉണ്ടല്ലോ വിഷ്ണുവേട്ടാ. പറ വിഷ്ണുവേട്ടാ, എന്തോ മനസ്സിൽ കണ്ടോണ്ടാണല്ലോ ഈ സംസാരിക്കുന്നതൊക്കെ. ഒരു ചെറിയ ചൂണ്ട ഞാൻ എറിഞ്ഞിട്ടിട്ട് തന്നെ സംസാരിക്കുന്നത്. അതങ്ങോട്ട് കിട്ടിയാലുണ്ടല്ലോ ഈ വിഷ്ണു ഒരു കലക്കും മോളെ എന്നും പറഞ്ഞ് വിഷ്ണു സ്നേഹത്തോടെ ശാലിനിയുടെ കവിളത്ത് നുള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതെ, പണ്ടത്തെ നോവൽ എഴുത്തുകാരൊക്കെ ചെയ്യുന്ന പോലെ ഗംഭീര ട്വിസ്റ്റ് കൊണ്ടുപോയി എത്തിച്ചിട്ട് എഴുതി കാണിക്കില്ലേ തുടരുമെന്ന്. അത് തന്നെയാ മോളെ ഇപ്പം തൽക്കാലം ചെയ്യുന്നത്. ഇതിൻ്റെ ശേഷം നാളെ കേട്ടോ. അപ്പോഴും എന്നോട് പറയില്ല വിഷ്ണുവേട്ടൻ, അല്ലേ? അത് സസ്പെൻസ് ആണെന്ന് പറഞ്ഞില്ലേ? കളക്ടറെ ഈ രാത്രി മുഴുക്കി അങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കും എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വിഷ്ണു ഓട്ടോറിക്ഷ എടുത്തങ്ങ് പോവുകയാണ്. രാവിലെ രാഘവേട്ടൻ ഇങ്ങനെ എന്താണെന്നറിയാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യാമ്മ വലിയ ടെൻഷനിലാണ് നടക്കുന്നത്. സത്യാമ്മ ഈ ടെൻഷനിൽ നടക്കുന്ന കണ്ടോണ്ടാണോ പാവം രാഘവേട്ടനൊന്നും ഇങ്ങനെ മിണ്ടാതെ വിഷമിച്ചിരിക്കുന്നത്? സത്യാമ്മ ചോദിക്കുന്നത്, എന്താ ഈ പെണ്ണിനെ ഇതുവരെ കണ്ടില്ലല്ലോ? വരേണ്ട സമയവും കഴിഞ്ഞല്ലോ. ഉച്ചയ്ക്ക് മുമ്പേ കാണുന്ന ഓർഡറെല്ലാം കൊടുത്തു തീർക്കേണ്ടതല്ലയോ? അത് ഫാമേ, വീട്ടിൽ എന്തെങ്കിലും ആവശ്യം കാണുമായിരിക്കും. എന്നാൽ പിന്നെ അതൊന്ന് വിളിച്ചു പറഞ്ഞുകൂടെ? മനുഷ്യനെ ഇങ്ങനെ നോക്കി നിർത്തി ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ടോ? ഫാമേ, നീ ഒന്ന് മനസ്സിലാക്ക്. എല്ലാവർക്കും അവരവരുടെ കാര്യം വലുതാ. നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പലഹാരമൊക്കെ അവിടെ എത്തിക്കണമെന്നുള്ളത് നിന്റെ ഉത്തരവാദിത്തമാണ്. അത്രത്തോളം ഉത്തരവാദിത്തമൊക്കെ അവൾക്കുണ്ടാകണമെന്നേ നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പൊന്നി അങ്ങോട്ട് വരുന്നുണ്ട്. ദോണ്ട രാഘവേട്ട വരുന്നുണ്ടല്ലോ. രാഘവേട്ടൻ ഫാമയോട് പറയുന്നുണ്ട്, അതേ നിന്റെ ചാട്ടവും ബഹളമൊന്നുമേ അതിൻ്റെ അടുത്ത് എടുക്കാൻ നിൽക്കണ്ട. ഒരാളിങ്ങനെ കൂടെ നിൽക്കാൻ കിട്ടുന്നതൊക്കെ തന്നെ വലിയ ഭാഗ്യമാണ്. പൊന്നി അങ്ങോട്ട് കയറി വന്നത് സത്യാമ്മ. ഇനി താമസിച്ച് വരുവാണെങ്കിൽ പറയാൻ വയ്യയോ? ഇതൊക്കെ എത്തിക്കേണ്ട സമയത്ത് എത്തിക്കേണ്ടതല്ലയോ? അയ്യോ, ഞാൻ നേരത്തെ തന്നെ ഇറങ്ങിയതാ സത്യാമ്മേ. വഴിക്ക് വെച്ചേ നമ്മുടെ ശാന്ത ചേച്ചിയെ കണ്ടു. ഇവിടുന്ന് അവൾ ചാടിയിട്ടേ നേരെ ശാരദയുടെ അടുത്ത് ചെന്ന് ചേർന്നെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അല്ല സത്യാമ്മേ, ശാന്തേച്ചിയാ ആ കുട്ടികൾ അപകടത്തിൽപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞത്. കുട്ടികളോ? ഏതപകടം? അപ്പോൾ സത്യാമ്മ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നോ? പപ്പിയും സത്യ അപകടത്തിൽപ്പെട്ട കാര്യം? ഞെട്ടലോടെ സത്യാമ്മ, അയ്യോ എപ്പോ? സത്യാമ്മയ്ക്ക് ഇതൊക്കെ അറിയാവുന്നതാണ് ഞാൻ കരുതിയിരുന്നത്. കഴിഞ്ഞ ദിവസം അവർ ടൂറ് പോയില്ലായിരുന്നോ? അപ്പോൾ കുട്ടികളെയും കൊണ്ടുപോയിരുന്നു. അവിടെ വെച്ച് കുഞ്ഞുങ്ങൾ വലിയൊരു കുഴിയിലോട്ട് വീണു പോയെന്ന്. പിന്നെ അന്ന് അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ശാന്ത പറഞ്ഞതെല്ലാം പൊന്നി സത്യാമ്മയോട് പറഞ്ഞു കൊടുക്കുക. അതൊക്കെ കേട്ട് സത്യാമ്മ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്.
അവിടെയുള്ള എല്ലാവരും ചേർന്നാണ് കുട്ടികളെ രക്ഷപ്പെടുത്തിയെന്നൊക്കെയാണ് പറഞ്ഞത്. രാഘവേട്ടനെ നോക്കി സത്യാമ്മ പറയാ, ഇവിടെ പലരും അറിഞ്ഞിട്ടുണ്ടാവും, എന്നെ അറിയിക്കാത്തതായിരിക്കും. രാഘവേട്ടനെ കുത്തിപ്പറയുവാണ്, മനഃപൂർവ്വം എന്നിൽ നിന്നും മറച്ചു വെച്ചു. കള്ളങ്ങൾ അങ്ങനെ ഒരുപാട് ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ എന്നൊക്കെ രാഘവേട്ടനോട് ചോദിക്കുന്നുണ്ട് സത്യാമ്മ. എൻ്റെ ഫാമയെ അതും കഴിഞ്ഞ് അതിൻ്റെ അമരവും കഴിഞ്ഞ് പിന്നെ എന്തിനാ അതിൻ്റെ പുറകെ കിടന്ന് ചൊറിയുന്നേ? അല്ലെങ്കിൽ തന്നെ അവർ ഒന്നിച്ച് ടൂറ് പോയതിന് എന്താ ഫാമയെ കുറ്റം? വിഷ്ണുവേ, ഇത്തിരിയില്ലാത്ത ഇള്ളാവാവയൊന്നും അല്ലല്ലോ. ഒരു കുടുംബം നടത്താൻ പ്രായപൂർത്തിയായ ഒത്ത ഒരാൾ തന്നെയല്ലേ വിഷ്ണു. ഇനിയെങ്കിലും അവരുടെ കാര്യങ്ങളൊക്കെ അവർ തന്നെത്താനെ നോക്കി അവർ ജീവിക്കട്ടെ ഫാമയെ. നമ്മളായിട്ട് എന്തിനാ അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പോകുന്നത്? രാഘവേട്ട വേണ്ട, രാവിലെ തന്നെ എന്നെക്കൊണ്ട് വെറുതെ വായി വരുന്ന പറയിപ്പിക്കരുത്. പ്രായപൂർത്തിയായി കഴിഞ്ഞാലേ മക്കളെ അവരുടെ പാട്ടിന് വിട്ടേക്കണം. ഈ തള്ളക്കോഴിയെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന കണ്ടിട്ടില്ലേ? ഒരുവിധം തീറ്റി തേടാറാവുമ്പോൾ അവർ കുഞ്ഞുങ്ങളെ കൊത്തി അകറ്റും. അതവർക്ക് സ്നേഹമില്ലാഞ്ഞിട്ടാണോ കുഞ്ഞുങ്ങളോട്? ജീവിതം സ്വയം പഠിക്കാനുള്ള കളരിയാണത്. ആ കളരിയെ നീ വിഷ്ണുവിനും ശാലിനിക്കും കൊടുക്കണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പൊന്നി, ഈ കളരിപ്പുരാണം കേട്ടോണ്ടിരുന്നാലേ നമുക്ക് നമ്മുടെ ജോലി നടക്കില്ല. എടുക്കാനുള്ള എന്താന്ന് വെച്ചാൽ എടുത്തോ, സമയത്തിന് കൊണ്ട് കൊടുക്കണം. സത്യാമ്മ അകത്തോട്ട് പോകുന്ന തക്കം നോക്കി രാഘവേട്ടൻ പൊന്നിയോട് ചോദിക്കുന്നു, പൊന്നി, കുട്ടികൾക്കൊന്നും തക്കതായ പരുക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ? ശാന്തമറ്റോ അങ്ങനെ പറഞ്ഞോ? ഇല്ല രാഘവൻ സാറേ, കുട്ടികൾക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. സത്യാമ്മ അങ്ങനെ അകത്തുനിന്ന് വന്നിട്ട് രാഘവേട്ടനോട് പറയുന്നു, ദാണ്ടെ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിച്ചോണം. ഞങ്ങൾ വരാൻ അല്പം താമസിച്ചേക്കും. ഇവിടുന്നേ ഇപ്പം താമസിച്ചല്ലേ ഇറങ്ങുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം, പിള്ള ഇപ്പം എത്തും. പിള്ളയെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വിട്ടിട്ട് എങ്ങോട്ടും ഇറങ്ങി വിടുന്ന പോയേക്കരുത്. മരുന്നൊക്കെ എടുത്ത് കഴിച്ചോണം, മറക്കരുത്. ഇല്ല, എല്ലാം ഇല്ല എന്ന് പറയും. ഞാൻ വൈകിട്ട് വന്ന് നോക്കുമ്പോൾ എല്ലാം ഇരുന്നിടത്ത് തന്നെ ഇരിക്കും. അങ്ങനെ സ്നേഹത്തോടെ സത്യാമ്മ രാഘവേട്ടനോട് ഓരോന്ന് ശാസിച്ചൊക്കെ പറഞ്ഞിട്ട് പൊന്നിയുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ രാഘവേട്ടൻ്റെ മനസ്സിൽ വീണ്ടും സംശയം, ആ കുഞ്ഞുങ്ങൾക്ക് എന്താ പറ്റിയത്, ഒന്നും അറിഞ്ഞില്ലല്ലോ എന്നിങ്ങനെ രാഘവേട്ടൻ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ആരും അറിയാതെ രാഘവേട്ടൻ ഇനി പപ്പിയും സത്യയും കാണാൻ ഇറങ്ങുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇനി അത് അങ്ങനെ തന്നെ ആണോ എന്നറിയാനുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.